നമസ്കാരം, എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 മെയ് 14 രാശി മാറിയ വ്യാഴം ഒക്ടോബർ 18 വീണ്ടും രാശി മാറി. ഈ വരുന്ന ഡിസംബർ 5 വരെയാണ് ആ ഒരു രാശിമാറ്റം നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ധനുരാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷം തന്നെയായിരുന്നു 2025 മെയ് 14 ശേഷം. എന്നിരുന്നാലും ഒക്ടോബർ 18 രാശി മാറിയ ആ വ്യാഴം അവരുടെ അഷ്ടമഭാവത്തിലേക്കാണ് മാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം മെയ് 14 ശേഷം ഇവരുടെ ജീവിതത്തിൽ എല്ലാം വളരെ ഭംഗിയായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വ്യാഴം 7ാം ഭാവത്തിൽ നിലകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ സ്വന്തം കഴിവും ഉപയോഗിച്ച് വളരെയധികം ഉന്നതിയിൽ എത്താൻ സാധിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ ഇവരുടെ 7ാം ഭാവത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ നല്ല നല്ല ഗുണങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോരുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഡിസംബർ 4 വരെ, അതായത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4 വരെ ഈ ഒരു വ്യാഴം 8ാം ഭാവത്തിലേക്ക്, അഷ്ടമഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് ചെറിയ തോതിലൊക്കെ ഇവരുടെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കാലയളവിൽ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ളവരൊക്കെ അത് ചെറിയ രീതിയിലൊക്കെ ഒന്ന് മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. കൂടാതെ 8ാം ഭാവത്തിലേക്ക് വന്നിരുന്ന ഈ ഒരു വ്യാഴം പ്രത്യേകിച്ച് മെയ് 14 ശേഷം വീട് പണി അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടായിരുന്നവർക്കൊക്കെ ഒക്ടോബർ 18 ശേഷം അതിലൊരു ചെറിയ ഒരു മന്ദിപ്പൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ഈ ഡിസംബർ 5 വരെ മാത്രമാണ് ഈ ഒരു അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന ഈ ഒരു വ്യാഴം ഉണ്ടാവുക. ശേഷം ഡിസംബർ 5 ശേഷം വ്യാഴം വീണ്ടും 7ാം ഭാവത്തിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ കാലയളവിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഡിസംബർ 5 വളരെ അടുത്ത ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം രണ്ടാമത് വീണ്ടും 7ാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും ഇനി നൽകാൻ പോകുന്നത്. പ്രത്യേകിച്ച് പെട്ടെന്നൊക്കെ ഒരു ഉദ്യോഗം ലഭിക്കാനും ജീവിതത്തിൽ സാമ്പത്തികമായ അച്ചടക്കവും സാമ്പത്തികപരമായ ഉന്നതിയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ആളുകളുമായിട്ടുള്ള ഉന്നതരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനും അതുവഴി ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 7ാം ഭാവത്തിലേക്ക് ഡിസംബർ 5 ശേഷം വരുന്ന വ്യാഴത്തെ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഇനി 12 വർഷങ്ങൾക്ക് ശേഷമേ ഈ ഒരു വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ ഉണ്ടാകുകയുള്ളൂ. പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിലും കൃഷ്ണൻ മുഖ്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വേണ്ട വഴിപാടുകളും കൂടെ കഴിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്.